ആ കൂറകൾ ഇറങ്ങി, കൂറകൾ സമരമായി, കൂറകൾക്ക് മേൽ പലവിധ ചാപ്പുകൾ അടിക്കാൻ നോക്കി, കൂറകളെ ഡൽഹി പോലീസ് അടിച്ച് ഊടുപാട് അടിക്കും, എന്താണ് പെൺകുട്ടികളുടെ ചെവിക്കൽ അടിക്കുക, അവരെ കുത്തുക പോലുള്ള പരിപാടി നോക്കി. ഒന്നും സംഭവിച്ചില്ല. ലാസ്റ്റ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വരുന്നു. ഇത്രയുള്ളോ ബി ജെ പി? ശ്രീ വി എസ് ശ്രീദേവ് ജോൺ ബുട്ട ചോദിച്ചതുപോലെ 56 ഇഞ്ച് പഞ്ചറായോ? ഇവിടെ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് മാസപ്പടി വാങ്ങിച്ചതിനല്ല. ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് കരുവന്നൂർ മോൾ ബാങ്ക് കൊള്ളയുടെ പേരിലല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് ബന്ധു നിയമനത്തിന്റെ പേരിലല്ല, അല്ലെങ്കിൽ ഭ്രൂണഹത്യയുടെ പേരിലല്ല, രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലാണ്. ഇന്ത്യൻ യുവത്വം തെരുവിൽ അറിയപ്പെടേണ്ടവരല്ല, ഇന്ത്യൻ യുവത്വം നിയമക്കുരുക്കിൽ പെടേണ്ടവരല്ല. ഇന്ത്യൻ യുവത്വമാണ് ഈ നാടിന്റെ സമ്പത്ത്. 2047 നരേന്ദ്രമോദി സർക്കാർ ഇന്ന് ലക്ഷ്യം വെക്കുന്ന വികസിത ഭാരത് എന്ന് പറയുന്ന രാജിയിലേക്ക് നയിച്ചത്. കേന്ദ്ര സർക്കാർ ഔദാര്യം ഒന്നുമല്ല സാർ രാജിയിലേക്ക് നയിച്ചത്. രാജിയിലേക്ക് നയിച്ചത് കുട്ടികളെ അടിച്ച് മണ്ട് കയറാൻ നോക്കി. അപകടമാണെന്ന് മനസ്സിലായി. RSS പറഞ്ഞു ഗതികെട്ട് കുട്ടികളെ കേൾക്കുന്നു പറഞ്ഞു. അങ്ങനെ രാജി, അല്ലാതെ ഔദാര്യം എന്ന് പറയല്ലേ, അത് കാരുണ്യം എന്ന് പറയല്ലേ. അല്ല, നിങ്ങൾ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഉത്തരം പറ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഔദാര്യമാണെന്ന്. കാശ്മീരിൽ ഞാൻ പറഞ്ഞ ഔദാര്യം, എന്റെ വായിന്ന് ഔദാര്യം എന്നൊരു വാക്ക് വന്ന് നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഞാൻ കേട്ടോണ്ടിരിക്കും. പറയും ഞാൻ പറഞ്ഞ ഔദാര്യമാണെന്ന്. ഔദാര്യം എന്ന വാക്കില്ലെങ്കിലും അതല്ല ഉദ്ദേശം. പിന്നെ ചൂടാണ്ട് ഞാൻ പോയിട്ടുണ്ട്. നീറ്റ് പരീക്ഷ എഴുതി വിജയിച്ച് 1ാം റാങ്കും അത്രത്തോളം മികച്ച നിലയിൽ വിജയം നേടിയ കുട്ടികളുടെ വീട്ടിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞങ്ങളാരും അന്യഗ്രഹ ജീവികളല്ല. ഞങ്ങൾ 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനാണ് ഈ രാജ്യത്ത് 12 വർഷമായിട്ട് ഭരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷം. ഇന്ന് താക്കയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടോ? നിങ്ങൾ എല്ലാവരും താക്ക പറഞ്ഞില്ല, ഞാൻ ദീപ്കയുമായി ആലോചിച്ച് ഭാവി പ്ലാൻ ചെയ്തു. രാഹുൽ ഗാന്ധി നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ MA ബേബി നല്ല പറഞ്ഞത്. അങ്ങനെ പറയേണ്ടി വരുന്ന പ്രതിപക്ഷത്തിന് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. രാഹുൽ ഗാന്ധി ഈ ഇരിക്കുന്ന ഇവരൊക്കെ സമരത്തിന് അങ്ങനെ വിളിച്ചോണ്ട് പോയത് ആദ്യത്തെ ദിവസം കോൺഗ്രസിന്റെ എംപിമാരെ ഗാർഗയുടെ കേക്ക് കഴിക്കാൻ പറഞ്ഞാൽ വിളിച്ചോണ്ട് പോയി പറ്റിച്ചല്ലേ? അവിടെ പോയിരിക്കുന്നത് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി VD സതീശനൊക്കെ മുഖം നിങ്ങൾ കണ്ടതല്ലേ സ്ക്രീനിൽ? ഞാൻ കണ്ടതാണ് 24-ൽ. എനിക്കിത് എങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? അങ്ങോട്ട് കൂടി സോനം വാങ്ചുക് എന്ന് പറഞ്ഞ് അവിടെ സമരം കിടന്ന ആ സാമൂഹ്യ നേതാവിനെ, സോഷ്യൽ നേതാവിനെ പോയി കാണാൻ ഞങ്ങളുടെ മന്ത്രിമാർക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന താല്പര്യമില്ലാതെ പോകുന്ന ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ 10 കൊല്ലം ഈ രാജ്യം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്നവരാണ്. എത്ര സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. നമുക്ക് ഡൽഹി കഴിഞ്ഞല്ലോ, നമുക്ക് ഇനി കേരളത്തിലേക്ക് വരാം. 29 കോടി ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരിയാക്കി തരാം. PSC നിയമനത്തിനെതിരെ നാട്ടിലെ യുവാക്കൾ സമരം നടത്തിയപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയിരുന്നു. നേഴ്സുമാർ സമരം ചെയ്തപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോയിരുന്നു. ആശാവർക്കർമാർ മാസങ്ങൾ സമരം നടത്തിയിരുന്നു. നമ്മളുടെ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഈ സെലിബ്രിറ്റികളുടെയും റീച്ചിന് വേണ്ടി നടക്കുന്ന യൂട്യൂബർമാരുടെ ഒക്കെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ഈ സെലക്ടീവ് പ്രതികരണവും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നമ്മുടെ ആൾക്കാർ കരുവന്നൂർ ബാങ്കിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങളുടെ പൈസ കട്ടപ്പോഴും സാക്ഷാൽ അയ്യപ്പന്റെ സ്വർണ്ണം കട്ടപ്പോഴും നമ്മുടെ ഒരു മന്ത്രിയും രാജിവെച്ചിട്ടില്ല. അതിന്റെ ഗതികേട് നമുക്ക് ഉണ്ടായിട്ടില്ല. മൊത്തം രാജിവെപ്പിച്ചു, ജനങ്ങൾ വീട്ടിലിരുത്തി.